ഞങ്ങളെ ഒരു കാരണവശാലും ICUയിൽ കയറ്റാൻ പാടില്ല. പ്രായമായവർ സന്തോഷകരമായി മരിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത്. ഒരു കാരണവശാലും വെന്റിലേറ്ററിൽ ഇടാൻ പാടില്ല. ജീവന്റെ സ്വഭാവവും പരമാവധി മരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതുമാണ്. മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് ഡോക്ടർ അസിസ്റ്റഡ് ഡെത്ത്. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ പാർട്ടികളാണ് എന്നെ കേൾക്കാൻ എക്സ്പയർ ഡേറ്റ് ആയ ഒരുത്തനാണ് ഈ ഇരുന്ന് വേണ്ടുന്നത്. ഞാൻ ഒരു റിട്ടയർമെന്റ് ഹോമിലാണ് താമസിക്കുന്നത്. 65 മുതൽ 96 വയസ്സ് വരെയുള്ള ആളുകൾ അവിടെയുണ്ട്. അതിനകത്ത് 80% ആളുകളും റിട്ടയർ ചെയ്യുന്ന മനുഷ്യരാണ്. ഒരു 20% ആളുകൾ റിട്ടയർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ പെൻഷനബിൾ അല്ല. ഈ റിട്ടയർമെന്റ് ഹോമിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ 500 രൂപയുടെ മുദ്രപത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെ നിങ്ങൾ ചെലവാക്കണമെന്ന്, എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യണമെന്ന്. ഫോർ ഇൻസ്റ്റൻസ്, ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ ഞങ്ങൾ റീസണബിൾ എഡ്യൂക്കേറ്റഡ് ആണ്. ഞങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത് ഞങ്ങളെ ഒരു കാരണവശാലും ICUയിൽ കയറ്റാൻ പാടില്ല, ഒരു കാരണവശാലും വെന്റിലേറ്ററിൽ ഇടാൻ പാടില്ല. ഞങ്ങളുടെ ഡെഡ് ബോഡി ഒരു കാരണവശാലും ഒരു പൂജയ്ക്ക് ചെയ്യാൻ പാടില്ല. നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കണം. ആദ്യം തന്നെ പോലീസിൽ പോയി NOC മേടിച്ചു കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ വിളിച്ചു കഴിഞ്ഞ് ഫയൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആംബുലൻസ് വന്ന് ഞങ്ങൾ കൊണ്ടുപോകും. ഇതാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, പല രാജ്യത്തും നിങ്ങളുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് ഡോക്ടർ അസിസ്റ്റഡ് ഡെത്ത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്ത ഒരു പേപ്പറാണ് ഈ ബില്ല്. അതിന് എതിരായി നിന്നത് അവിടുത്തെ എല്ലാ പള്ളികളും മതവിശ്വാസികളും ആസ് യൂഷ്വൽ അവരെല്ലാവരും എതിർത്തുകൊണ്ട്. അപ്പൊ അതിന് പ്രതിഷേധമായിട്ട് കാലിഫോർണിയയിൽ ഒരു 82 വയസ്സുകാരൻ ഡോക്ടർ അസിസ്റ്റന്റ് ഡെത്ത്, കാലിഫോർണിയ ആ സ്റ്റേറ്റിലെ ഒരു നിയമമാണ്. അയാള് GBSE വിളിച്ചിട്ട് പറഞ്ഞ് പ്ലീസ് എഡ്യൂക്കേറ്റ് ദ പാർലമെന്റേറിയൻസ്. എന്നിട്ട് അയാളുടെ ഡെത്ത് അയാൾ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സൊല്യൂഷൻ കുടിച്ചാൽ മതി, ഡോക്ടർ വന്ന് തരും. അയാളുടെ വൈഫ് 2 കുട്ടികളും. അപ്പൊ ഡോക്ടർ അസിസ്റ്റന്റ് ഡെത്ത് നമുക്ക് എന്തുകൊണ്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മൈത്രേയനെ പോലെയുള്ള ഒരാള് ഇപ്പോൾ വർക്ക് ചെയ്ത അറ്റ്ലീസ്റ്റ് 100 കൊല്ലം കഴിഞ്ഞെങ്കിൽ ഇവിടെ ഇന്ത്യക്കാരന് അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് പറയുന്നതിന്റെ കാരണം, ഞങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണ്. 11 കാലത്ത് 9:30 മണി മുതൽ 11 മണി വരെ ആ പർട്ടിക്കുലർ ഫ്ലോറുകാർ എല്ലാവരും അസംബ്ലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആൻസൈറ്റി, എൻ്റെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻസൈറ്റി എന്താണ്? ഹൗ വി ആർ ഗോയിങ് ടു എൻഡ് അപ്പ്, വേർ വി ആർ ഗോയിങ് ടു എൻഡ് അപ്പ്, ഹൗ വി ആർ ഗോയിങ് ടു പേ ദ ബിൽ. ഇപ്പൊ എനിക്ക് NSK സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹെവി ഇൻഷുറൻസ് ഉണ്ട്, വെന്റിലേറ്റർ, വാട്ട് എവർ ഐ വാണ്ട് ഐ ക്യാൻ ഹാവ് ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. അപ്പൊ ഇത് നമുക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയും അജിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 100 കൊല്ലം കഴിഞ്ഞെങ്കിൽ ജനങ്ങൾക്ക് തണ്ടാൻ പറ്റില്ല. നിങ്ങൾ ഇത് റെഡ് ലൈറ്റ് സ്ട്രീറ്റിലെ ഗേൾസിനെ ഓർഗനൈസ് ചെയ്തത് കൊണ്ട്
നിങ്ങൾ ഈവൻ അൺടച്ചബിൾ സബ്ജക്ട്സിനെ കുറിച്ച് കൂടി സംസാരിക്കാൻ കേപ്പബിൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. നോർമൽ കേസിൽ ഐ നെവർ ഡിസ്കസ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ് വിത്ത് പീപ്പിൾ. സോറി. ഈ പറഞ്ഞ വിഷയം ഞാൻ ഓൾറെഡി എഴുതുകയും പറയുകയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഐ എം സോറി, ഐ നെവർ റൈറ്റ് എനിത്തിങ്. ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അതല്ല, അപ്പോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഗവൺമെന്റിനെ എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ധാരാളം നിയമങ്ങൾ ഞാൻ ചെയ്യുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് പ്രായമായവർ സന്തോഷകരമായി മരിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത്. നമ്മൾ മരിച്ച് മക്കളിലൂടെ ജീവിക്കുന്ന ജീവി ആയതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷെ പഴയ ഫിലോസഫി എല്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു എന്ന് പഠിപ്പിച്ചത് കാരണം കൊണ്ട് കഴിയുന്നത്രയും നാൾ എങ്ങനെങ്കിലും ജീവിച്ചിരിക്കുന്നതാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ജീവന്റെ സ്വഭാവവും പരമാവധി മരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ രണ്ട് കാര്യം ഒന്നിച്ച് ചേർന്ന് ഇവിടെ നിൽക്കുന്നു. അതായത് കോൺഷ്യസ് ആക്റ്റായി മാറേണ്ടത് എന്തുകൊണ്ട് എങ്ങനെയാണ് നമ്മളെല്ലാം ഭഗവത്ഗീതയിൽ എഴുതി വച്ചിരിക്കുന്നത് ശരീരം ആത്മാവ് ഉടുപ്പ് മാറുന്ന പോലെ മാറുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ഒരു അകത്തൊരു ജീവനും അല്ലെങ്കിൽ ഒരു ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ്, ഇങ്ങനെ എത്രയോ വാക്കുകൾ നമ്മൾ ഓരോരോ പ്രദേശത്തിനനുസരിച്ച് അകത്തൊരു ആളിരിപ്പുണ്ട്, ശരീരത്തിനകത്തൊരാളിരിപ്പുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിനെ നമ്മൾ ജീവൻ തൊട്ട് ബോധം വരെ ഉള്ള എന്തെല്ലാം പറഞ്ഞാലും ഇതിനകത്തൊരാളിരിപ്പുണ്ട്. അത് ആളിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ പുറകിൽ ജനലിൽ കൂടെ നോക്കുന്ന പോലെയാണ്, ഈ കണ്ണിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് സംശയമൊന്നുമില്ല അകത്ത് ആളുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം നമ്മുടെ അകത്തൊരാള്. അത് ഞാൻ ഇതിന്റെ ഈ നമ്മൾ ജനലിൽ കൂടെ നോക്കുന്ന പോലെ, ഈ കണ്ണിൽ കൂടെ പുറത്തോട്ട് നോക്കുന്ന പോലെയാണ് അങ്ങനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ സഹജമായ ഒരു വിചാരമാണ്, ഇതിനകത്തൊരാളുണ്ട് എന്ന്. അപ്പൊ ഈ ആള് മരിച്ച് ജീവിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഈ മരണാനന്തര ജീവിതങ്ങളെ പറ്റിയുള്ള ചർച്ചകളും ഈ സകല സാധനവും വരുന്നത് അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ മരിച്ചു പോകുന്നു എന്ന നമ്മൾ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്, മരിച്ചു പോകുന്നു. അപ്പൊ ഇതിനകത്തൊന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ആർക്കും ഒരു സംശയമൊന്നും. ഇതാണ് അതിനകത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ ഈ അകത്തുള്ള ഈ ആള് ഈ ശരീരം ഇല്ലാതിരിക്കുമ്പോൾ ആകാശത്ത് താടിയും കൊടുത്ത് താഴോട്ട് നോക്കിയിരിക്കുമെന്നാണ് ഇന്ത്യക്കാരന്റെ പഴയ സിദ്ധാന്തം. അപ്പൊ അവിടെ താഴെ ഇരിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിന് അനുഗുണമായ രീതിയിലുള്ള ഒരു കുടുംബം നോക്കി അവിടെ പോയി ജനിക്കും എന്നാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു സംശയമില്ലാതെ ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ്, അതിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ജ്യോത്സ്യവും എല്ലാ സാധനവും നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിത വീക്ഷണവും ലോകവും മുഴുവനും ശരീരത്തിനകത്ത് ഇരിക്കുകയും വരികയും ഇരിക്കുകയും ജീവിക്കുകയും അതിനുശേഷം ഇത് ഉപേക്ഷിച്ചു പോകുന്ന ഒരു ജീവനെ പറ്റിയുള്ള സങ്കല്പം നിൽക്കുന്ന ലോകത്താണ് നമ്മൾ ഈ വിഷയം മുഴുവൻ പറയുന്നതെന്നുള്ളത് മറക്കും. അപ്പൊ ചത്തുപോയ അച്ഛന്മാരെ അല്ലെ അമ്മമാരെ ഒക്കെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടി ചത്തതിന് ശേഷം പൂജ നടത്തുന്നവരാണ് നമ്മളെന്ന് മറന്നു പോകരുത്. ആൻസിസ്ട്രൽ വർഷിപ്പ് നടത്തുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ കാണുന്ന സകല മതവിശ്വാസത്തിനും ഈ ഒരൊറ്റ സാധനം കൊണ്ടാണ് അടിസ്ഥാനം. ഇതിന്റെ മുകളിലാണ് സകല ഇതുള്ളത്. മുഴുവൻ സകല കാശും പിരിക്കുന്നതും കാശ് മുഴുവൻ കൊണ്ടുപോയി നമ്മൾ കളയുന്നതും എല്ലാം ഈ ചത്തിട്ട് ജീവിക്കുന്നതിനെ പറ്റിയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മളിത് പറയുമ്പം ദൈവമില്ല എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ചത്തുപോകുമെന്ന് അറിയുന്നവർ തന്നെയാണ്. ഇവരും കൂടെ ചേർന്നാണ് ഈ സംഭവം. നമ്മൾ അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ വിഷയം അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ അകത്ത് ആരും ഇരിപ്പില്ല. ഞങ്ങളെ 39 മനുഷ്യരുണ്ട്, അവരുടെ കാര്യമാണ് ഞാൻ മനസ്സിലായി. 39 അല്ല, ഈ ഇരിക്കുന്ന മുഴുവൻ ഇത് പോകാനിരിക്കുന്ന പാർട്ടികളാണ്. ഇവിടെ ആകെപ്പാടെ 2 ഏതാണ്ട് ജീവിക്കേണ്ട ആവശ്യമുള്ളവര്. ബാക്കി മുഴുവനും എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ പാർട്ടികളാണ്. എന്നെ കേൾക്കാൻ എക്സ്പയർ ഡേറ്റ് ആയ ഒരുത്തനാണ് ഈ ഇരുന്ന് വേണ്ടുന്നതിന്.
ഇത്രയും തമാശയാണിത്. എക്സ്പയറി ഡേറ്റ് ആയ പാർട്ടികളാണ് ഈ ഇരിക്കുന്ന മുഴുവനും. ഒരു കാര്യവുമില്ല, ആകെ ഉള്ള ഭക്ഷണം മുഴുവനും തിന്നു തീർത്ത് ചത്തു പോകാനായിട്ട് മാത്രം കാത്തിരിക്കുന്ന, എന്താണ്, കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന പാർട്ടികളല്ലാത്തവരോട്. ഞാൻ അങ്ങനെ തന്നെയാണ്, ആ പ്രായമായി പോയതാണ് കൊണ്ട് എന്നെ കേൾക്കാനായിട്ട് ഞാൻ പറഞ്ഞാല് ജീവിക്കാൻ ആവശ്യമുള്ള 2 പേരെ കണ്ട് ഇവിടെ ഉള്ളു, ബാക്കി കാര്യമില്ല. ഇതാണ് അവസ്ഥ. ഞാൻ പോട്ടെ 4 കഴിഞ്ഞ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഈ നമ്പർ വളരെ കൂടുതലാണ് ഈ ചാകാൻ കാത്തിരിക്കുന്നവന്മാര്. അവന്മാരെല്ലാരും കൂടാണ് വോട്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ മറക്കണ്ട. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ ഇരിപ്പുണ്ട്, അത് മരിച്ച് എവിടെങ്കിലും പോകും എന്ന് ഏതെങ്കിലും തരത്തിൽ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ജീവൻ ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സും ശരീരവും എന്നാ പറയാറുള്ളത്. ജീവനും ശരീരവും എന്നാ പറയാറ്. ഇതൊക്കെ 2 എണ്ണം ഇങ്ങനെ ഉണ്ട് എന്നുള്ളതിൽ സംശയരഹിതമായ അറിവുള്ളവരാണ്. ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്ന ലോകവീക്ഷണമാണ് നമ്മൾ ഈ പറയുന്ന പഴയ കാലത്തെ മതവിശ്വാസങ്ങളും ഫിലോസഫികളും എല്ലാം അങ്ങനെയാണുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഞാനൊരു ഉദാഹരണം കൊണ്ട് പറയാം. നേരത്തെ എന്താണ് കൃഷിയെ പറ്റി കേട്ടതുപോലെയാണ് ഇതും കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ കാര്യമൊന്നും നടക്കത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. പക്ഷെ എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. ഈ ഇരിക്കുന്ന ഇത് വേദാന്തികൾ പറയുന്ന ഒരു ഉദാഹരണമാണ്, സ്ഥിരം പറയുന്നതാണ് അവരിത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അത് തന്നെ എടുത്ത് വേറൊരു രീതിയിൽ പറയാം. ഈ ഇരിക്കുന്ന ചട്ടി, അതിനകത്ത് കളിമണ്ണ് മാത്രമേ ഉള്ളൂ. എവിടെ പരിശോധിച്ച് നോക്കിയാലും കളിമണ്ണേ. ഈ കളിമണ്ണ് ഈ രൂപത്തിലല്ലാതിരിക്കുമ്പോൾ അതിനകത്ത് ഈ മണ്ണ് വെക്കാനോ ഈ ചെടി നടാനോ പറ്റത്തില്ല. കളിമണ്ണ് ചെളിയുടെ രൂപത്തിൽ ഇരിക്കുമ്പോഴും അതിന് രൂപമുണ്ട്, രൂപമില്ലാത്തതല്ല. മനുഷ്യർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ രൂപമില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ കളിമണ്ണ് ഈ ചട്ടി രൂപത്തിലാക്കുമ്പോൾ നമ്മളുടെ കരവിരുതും കൂടെ അതിനകത്ത് ചേർത്തിട്ടാണ്, നമ്മുടെ എക്സ്പെർട്ട് അറിവും കൂടെ ചേർത്തിട്ടാണ് ഈ രൂപം ഇത്തരത്തില് ഇത് വെള്ളം കോരുന്നതായിട്ട് മാറ്റാം, മണ്ണ് വയ്ക്കുന്നതായിട്ടും ചെടി നടാൻ പറ്റുന്ന തരത്തിൽ രൂപം മാറ്റം പറ്റും. അപ്പൊ ഈ പ്രപഞ്ചത്തിനകത്ത് ഈ കളിമണ്ണ് പോലെ നമ്മൾ എല്ലാത്തിനെയും മനസ്സിലാക്കാമെങ്കിൽ അവിടെ ഉള്ളത് പലതരത്തിലിരിക്കുന്ന, പല രൂപത്തിലിരിക്കുന്നത് നമുക്ക് അനുകൂലമായ രീതിയിൽ രൂപമാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. രൂപമാറ്റം എന്ന് മാത്രമാണ് അർത്ഥം. പക്ഷെ ഇത് നമുക്ക് അനുകൂലമായ രീതിയിൽ രൂപമാറ്റം വരുത്തുന്നത് വഴിയാണ് നമുക്ക് ഈ സാധനം ഇതിനകത്ത് സൂക്ഷിക്കാൻ പറ്റുന്നത്. കളിമണ്ണ് മാത്രം. അപ്പൊ വേദാന്തികൾ ഇത് പറയുന്നത് എന്തിനാണ്? ഇവിടെ കളിമണ്ണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ ബോധമെന്നോ അറിവെന്നോ ഉള്ള വാക്ക് അവർ ഈ കളിമണ്ണിന് പകരം വെക്കും. അതിന്റെ രൂപമാറ്റങ്ങളെ ഉള്ളു. സത്യത്തിൽ ഉള്ളത് ഈ കളിമണ്ണാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ബോധമേ ഉള്ളു, ഈ രൂപമില്ല, ഇത് തോന്നലാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് പ്രപഞ്ചം മായയായി മാറുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അവരത് പറയുമ്പോൾ ഇതുവരെ ഒരു വേദാന്തിക്ക് ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മറന്നുപോലും. ലോകത്തിനെ നമുക്ക് അനുകൂലമായി രൂപമാറ്റം വരുത്തുന്നതാണ്. സത്യത്തിൽ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, സത്യത്തിൽ ആറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ അനുകൂലമായി മാറ്റിയാൽ ചട്ടി ഉണ്ടാകും, കല ഉണ്ടാകും, കുടം ഉണ്ടാകും. ആ അനുകൂലമായി ഉണ്ടാകുന്ന രൂപമാറ്റത്തിനെ പറ്റിയുള്ള അറിവിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. അവരെ ഇത് ഇല്യൂഷൻ, ഇത് നമുക്ക് തോന്നലാണ്, ഈ കാണുന്നതെല്ലാം തോന്നലാണെന്ന് അവർ പഠിപ്പിക്കുക. അതിനെയാണ് മായ എന്നവർ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നത് വഴി അവർക്ക് ഒരു കാലത്തും ഒരു മുട്ടുസൂചി ഉണ്ടാക്കാനുള്ള അറിവില്ലാത്തവരായി പോകും. ഉപനിഷത്തിനകത്തൊന്നും ഒരു മുട്ടുസൂചി ഉണ്ടാകത്തില്ല, ബൈബിളിനകത്തൊന്നും ഒരു മുട്ടുസൂചി ഉണ്ടാകത്തില്ല, ഖുറാനകത്തൊന്നും ഒരു മുട്ടുസൂചി ഉണ്ടാകത്തില്ല. ഈ കാണുന്ന സകല സാധനവും നമുക്ക് ഈ പറയുന്ന രൂപമാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നത് എന്നുള്ള അറിവിനെയാണ് നമ്മൾ ശാസ്ത്രം. അത് ലോകത്തെല്ലാ ജീവികളും ശാസ്ത്രജ്ഞരാ.
അവരുടെ ചുറ്റുപാടും അവർക്ക് അനുകൂലമാക്കി മാറ്റും. ഒരു ഈച്ച പറക്കുന്നതും ഒരു കാള നടക്കുന്നതും ഒക്കെ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതിനെ വളരെ നമുക്ക് അനുകൂലമായി ആ അറിവിനെ ഇണക്കി ചേർക്കുന്നത് വഴിയാണ് നമ്മുടെ അറിവും ഈ രൂപവും ഈ കളിമണ്ണിലുള്ള സാധ്യതയും. കളിമണ്ണ് അല്ലാതെ മണലെടുത്താൽ നമുക്ക് എളുപ്പമല്ല. അപ്പൊ ഈ കളിമണ്ണ് ആ രൂപത്തിലാക്കി എടുക്കാനുള്ള സാധ്യത അതിൽ നിലനിൽക്കുന്നതാണ് നമ്മുടെ രൂപമാറ്റം. ഇത് അനുകൂലമാക്കി മാറ്റുന്ന. അതുകൊണ്ട് ഈ കളിമണ്ണ് മാത്രമേ ഇവിടെ ഉള്ളെന്ന് പറയുമ്പോൾ കളിമണ്ണ് ഏതെങ്കിലും ഒരു രൂപത്തിൽ എപ്പോഴും ഇരിക്കത്തുള്ളൂ എന്നുള്ള കാര്യവും മറന്നുപോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കളിമണ്ണെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രൂപത്തിലേ ഇരിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിയേണ്ടത്. അത് അനുകൂലമായ രൂപത്തിനെയാണ്, മാറ്റാനുള്ള കഴിവിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ കളിമണ്ണ് ഞാൻ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ചട്ടി പോലെ ഇരിക്കുന്ന ഈ ചട്ടി ഇവിടുന്ന് ഇറങ്ങി പോകുമെന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കളിമണ്ണ് ഞാൻ ഇവിടുന്ന് പൊട്ടിക്കുമ്പോൾ ഈ രൂപം ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജീവൻ എന്ന് പറയുന്നതിന് ഇറങ്ങിപ്പോകും എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും ഇറങ്ങിപ്പോകാനായിട്ട് ഈ സംഭവം ഇറങ്ങിപ്പോകാൻ ഒക്കത്തില്ല. രൂപമാറ്റം മാത്രമാണ് വരുന്നത്. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഘടകങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ചട്ടിക്ക് എങ്ങനെ പ്രയോജനമാകുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ പ്രത്യക്ഷീഭവിക്കുന്ന അല്ലെങ്കിൽ ഉരുത്തിരിയുന്ന അല്ലെങ്കിൽ എമർജ് ചെയ്യുന്ന യാഥാർത്ഥ്യത്തിനെയാണ് നമ്മൾ ചട്ടി എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മളെന്ന് പറയുന്ന ഈ ശരീരത്തിന്റെ ഘടനാവിശേഷം ഇതുപോലെ യോജിപ്പിച്ചെടുക്കുമ്പോൾ അവിടെ ഉരുത്തിരിയുന്ന എമർജ് ചെയ്യുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്തുനിന്ന് ഒരെണ്ണത്തിനെ ഇറക്കി വിടാനൊക്കത്തില്ല. ഇത് ചേർന്നിരിക്കുന്ന ഇതേപോലെ തന്നെ ഇവിടെ വേറെ ഇരിക്കുന്നത് മുഴുവൻ കളിമണ്ണാണെന്ന് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ആയിരക്കണക്കിന് ആറ്റം ചേർന്നിട്ടുണ്ടാകുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ഈ ആറ്റം ചേർന്നാൽ പോരാ, അത് കൃത്യമായ രീതിയിൽ ഘടനാപരമായി ചേർന്നേ പറ്റൂ. അതുകൊണ്ടാണ് നമുക്ക് അയണിന്റെ ആറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇൽമനൈറ്റിന്റെ ആറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്, ബയോളജിക്കൽ ആയിട്ടുള്ള ഇതെല്ലാം എമർജ് ചെയ്ത് ഒരു മോളിക്യൂൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഹൈഡ്രജനും ഓക്സിജനും ആറ്റം തമ്മിൽ ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ ഒരു മോളിക്യൂളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ആ മോളിക്യൂളിനകത്ത് നിങ്ങൾ ഒരിക്കലും നനവ് കിട്ടത്തില്ല, അതിനകത്ത് നിങ്ങൾക്ക് നീന്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വെള്ളത്തിന്റെ അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് വെള്ളത്തിന്റെ മൂലകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോഴാണ് ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ സെപ്റ്റില്യൺ എന്ന് അവർ പറയും. ലക്ഷക്കണക്കിന് 7 തവണ അത്രയും കോടിക്കണക്കിന് മോളിക്യൂൾ ചേരുമ്പോഴാണ് ഒരു തുള്ളി വെള്ളമാകുന്നത്. ആ വെള്ളം എന്ന് പറയുന്ന എമർജന്റ് പ്രോപ്പർട്ടി അവിടെ ഉണ്ടാകുന്നത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഘടകങ്ങളുടെ കൂട്ട് കൊണ്ട് എത്രത്തോളം കൂടുന്നോ അനുസരിച്ചിട്ടാണ് ആ വെള്ളം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. ഈ വെള്ളമായിരിക്കുന്ന എവിടെയായിരിക്കും? ഭൂമധ്യരേഖയിൽ ഉള്ള ടെമ്പറേച്ചറും ഭൂമധ്യരേഖയിലുള്ള പ്രഷറും കൂടെ മർദ്ദവും കൂടെ ചേരുമ്പോഴേ വെള്ളമാകൂ. വെള്ളം എന്ന് പറയുന്ന നമ്മൾ അനുഭവിക്കുന്ന ഇളകുന്ന വസ്തു എന്ന് പറയുന്ന ക്വാളിറ്റി ഗുണം ഉണ്ടാകുന്നത് ഈ ഭൂമധ്യരേഖയിലേ ഉള്ളു. നിങ്ങൾ ആർട്ടിക്കിലാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഇളക്കമല്ല ഉണ്ടാകുന്നത്, അവിടെ ഖരത്വമാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത്. വെള്ളം ഐസാകുക അല്ല, 2 ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ ചൂടും ഇവിടുത്തെ മർദ്ദവും ഈ കോടിക്കണക്കിന് മോളിക്യൂൾ ചേരുമ്പോൾ വെള്ളമായ അനുഭവം നമുക്ക് തരുന്ന ആ ഗുണം ഉണ്ടാകുന്നത് ഇവിടുത്തെ ചൂടും മർദ്ദവും കൊണ്ടാണ്. ഇതെടുത്ത് മാറ്റി ആ നിമിഷം അത് ആവിയായി പോകും. അപ്പൊ ആവിയാകുന്ന ഗുണം, ഇളകുന്ന വെള്ളമായിരിക്കുന്ന ഗുണം, ഖരമായിരിക്കുന്ന ഐസ് എന്ന് പറയുന്ന അനുഭവം, ഇതല്ലാതെ പ്ലാസ്മ എന്ന് പറഞ്ഞ ഒന്നും കൂടെ ഇതിന് അത് നമ്മൾ നേരിട്ട് പെട്ടെന്ന് അനുഭവിക്കത്തില്ല. ഇങ്ങനത്തെ വ്യത്യാസങ്ങളായ ഗുണങ്ങൾ രൂപപ്പെടുന്നത് അതിന്റെ ചുറ്റുപാടുമുള്ള മറ്റ് സാഹചര്യങ്ങളിൽ അതിനനുസൃതമായി നിൽക്കുന്നപ്പോഴാണ്. അപ്പൊ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗുണപരത പോലാണ് ജീവൻ. അല്ലാതെ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ജീവൻ ഇരിപ്പില്ല.
നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ആത്മാവിരിപ്പില്ല, അത് ശരീരത്തിനകത്ത് ബോധമിരിക്കുകയല്ല. ഇതൊന്നും ശരീരം വിട്ട് എന്ന് പറഞ്ഞാൽ ചത്ത് പോകുന്നില്ലെങ്കും ഈ ഇത് പൊടിച്ചാൽ എങ്ങനെയാണോ ഈ ചട്ടി കാണാതെ പോകുന്നത് പോലാണ്. അല്ലാതെ ചട്ടി ഇവിടുന്ന് ഇറങ്ങി സ്ഥലം വിട്ട് കളയല്ല, അദൃശ്യമായി രക്ഷപ്പെടുകയല്ല. ഇങ്ങനെ പഠിച്ച പഴയകാല ബോധത്തിനകത്ത് വന്നുകൊണ്ടാണ് നമ്മൾ ഈ മരണത്തിനെ സത്തതിന് ശേഷം ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരോടാണ് നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്നതുകൊണ്ടാണ് അവരാരും കൂടെ കൂടാത്തത്. അപ്പൊ നമ്മൾ ഇത് ഒരിക്കൽ ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിരിക്കുന്നവരാണ്. കാരണം അടുത്ത തലമുറയെ 20 വയസ്സായി തന്നെത്താൻ ജീവിച്ചിട്ട് വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വാന്മാരാണ് ഈ ഇരിക്കുന്ന മുഴുവനും. മക്കളുണ്ട്, മക്കളെ നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരും അമ്മമാരുമായി ഇരുന്ന് പിള്ളേരുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്വാന്മാരെല്ലാം കൂടെ ഇവിടെ ചാകാതായത് നല്ല മരുന്നും നല്ല റേഷൻ കാർഡും റേഷൻ കടയും ഈ ഭക്ഷണം എല്ലാം കൂടെ കിട്ടിയിട്ടാണ്. ഒരു കാര്യമില്ലാതെ വേണ്ട 2 വിദ്വാന്മാർ ഇവിടെ ഇരുന്ന് ഈ മിണ്ടുന്ന മുഴുവൻ ഒരു പ്രയോജനമില്ല. അപ്പൊ ആ ഇരിക്കുന്ന ആളുകള് ഇന്ന് ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ സകല ആശുപത്രിയും ഇത്രയും അധികം എന്താണ് 5 സ്റ്റാർ ഹോട്ടൽ പോലെ ആയി മാറിയിരിക്കുന്നതിന്റെ ഏക കാരണം ഈ വയസ്സന്മാര് ജീവിച്ചിരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രമാണ്. സ്വന്തം പെൻഷനും തീർത്ത് മക്കളുടെ പ്രോവിഡന്റ് ഫണ്ടും തീർത്തിട്ടേ ഇപ്പൊ ചാവുള്ളൂ. അതാണ് രസം. ഈ വിദ്വാന്മാര് ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകരുത്. പണ്ട് ഈ ഞാൻ ഒരു 30 വർഷം മുമ്പ് വരെ ചികിത്സയൊക്കെ കഴിഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, നിങ്ങളുടെ മക്കളെ എല്ലാം ബന്ധുക്കളെ എല്ലാം അറിയിച്ചോളൂ, അവിടെ പോയി മരിക്കാൻ, വീട്ടിൽ പോയി മരിക്കാൻ പറഞ്ഞിരുന്ന കഴുതകളെ എല്ലാം കൂടാണ് ഇപ്പൊ ഈ വെന്റിലേറ്ററിലിട്ട് കാശ് മേടിക്കുന്നത്. അപ്പൊ എന്ന് ഞാൻ മക്കൾക്കൊക്കെ കാശുണ്ട്, അവർക്ക് വരാനൊക്കത്തില്ല, കാരണം അവർ പഠിച്ച് വേറെ രാജ്യത്താണ്, അവർക്ക് വരാനൊക്കത്തില്ല. അപ്പൊ അവർ കാശ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്നേഹമില്ലെന്ന് തോന്നും. അത് കാരണം കൊണ്ട് എത്ര കാശ് ചെലവായാലും വേണ്ട, അവരെ 2 ദിവസം കൂടി ഇട്ടേക്കാൻ പറയും. ഇങ്ങനെ വെന്റിലേറ്ററിൽ ഇടുന്നത് കൊണ്ട് മാത്രം ഈ സകല ആശുപത്രിയും വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരാളും പറയത്തില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്താണ്? ഈ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ ഫോണൊക്കെ ദിവസവും കണ്ടുപിടിച്ചോണ്ടിരിക്കും ഈ കഴുതകൾ. എന്തോ ചെയ്യാനാ? ചാകണമെന്ന് ആലോചിച്ചാൽ ചാകാനേ പറ്റത്തില്ല. കാര്യം കൊണ്ട് അതിനു വേണ്ടി കൊള്ളാവുന്ന സാധനങ്ങൾ എല്ലാ ദിവസവും ഉമ്മാര് കണ്ടുപിടിക്കും. ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ചത്താലോ എന്ന് ആലോചിക്കുമ്പോൾ വിചാരിക്കും വല്ലതും പുതിയത് കണ്ടുപിടിച്ചാൽ അതൊന്ന് കണ്ടിട്ട് പോകാൻ. ഈ ഒരു ഗതികേട് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഈ ചാകാനിരുന്നാലും കൊള്ളാവുന്ന സിനിമയൊക്കെ ഉമ്മാരെടുത്ത് കളയും. ഇതൊക്കെയാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരൊറ്റ കാരണമേ ഉള്ളു. നല്ല സിനിമ, നല്ല തക്കാളിക്ക, നല്ല മാങ്ങ, പുതിയ സാധനമൊക്കെ ഉമ്മാര് കണ്ടുപിടിക്കുകയൊക്കെ കൂടെ ചെയ്യുന്നതാണ്. നമ്മുടെ അത്ര എളുപ്പമല്ല ഈ ചത്തു പോവാൻ. ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിന്റെ മണ്ടയിലാണ് ഈ സകല പണിയും ഒപ്പിക്കുന്നത്. അപ്പൊ അതൊന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതൊന്ന് എടുത്താലേ നമുക്ക് പറയാം, നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവര് നമ്മുടെ മരണം തീരുമാനിക്കാൻ കഴിയും വെക്കുന്ന ഒരവസ്ഥ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും എനിക്ക് ഇത്ര അസുഖം വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വണ്ടി ഇടിച്ചാൽ ഞാൻ ചാകുന്നെന്നുണ്ടെങ്കിൽ എന്റെ അവയവം എല്ലാവർക്കും കൊടുക്കാം. അല്ല വയസ്സായാണ് ഞാൻ ചാകുന്നതെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കൊടുക്കാം. ഇനി അതും പഠിക്കാൻ എല്ലാവരുടെയും കൂടെ ശവം മുഴുവൻ അങ്ങനെ കൊടുത്താൽ അവരും കുഴയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുഴിച്ചിടണമെന്ന് പറയണം. ഈ കത്തിക്കാൻ നടക്കണ്ട, വല്ല കറയൊക്കെ വെറുതെ കളയണ്ട, വല്ല മരമൊക്കെ കളയണ്ട. കുഴിച്ചിട്ട ബാക്ടീരിയ തിന്നെയും വേറെ നമ്മളെല്ലാം രാവിലെ തൊട്ട് ഈ ഉഴുന്നും ഈ നെല്ലും എല്ലാം തിന്നാണ്. അതുക്കൊക്കെ വളമായിട്ട് മാറാനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഇച്ചിരി ആഴത്തിൽ കുഴിച്ചിട്ടാൽ നല്ലത്. അത്രേ ഉള്ളു, വേറെ അർത്ഥമൊന്നുമില്ല. നാറാതിരിക്കാനായിട്ട് കുഴിച്ചിടണം എന്ന് പറയുന്ന അർത്ഥത്തിലേ ഉള്ളു. വേറെ ഒരു കാര്യവും ഇല്ലാത്ത ജീവിതത്തിൽ നമ്മൾ അടുത്തൊരാളിനെ ആശ്രയിച്ച് ജീവിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാനായിട്ടൊക്കെ നോക്കാവുന്നതാണ്. എന്ന് കരുതിയാൽ വേണ്ടി ഈ വടി കുത്തി നടക്കണ്ടെന്ന് അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യമൊന്നുമില്ല. വടിയെ ആശ്രയിക്കേണ്ട, നാളെ ചാകണം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പക്ഷെ എഴുതി വെക്കേണ്ടത്, വേറൊരാൾക്ക് അതിന് ഉത്തരവാദിത്തം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യമുണ്ട്, സ്വത്തിന്റെ പ്രശ്നമുണ്ട്. ഒരാൾ ചത്താൽ അയാളുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ പറ്റുന്ന സംവിധാനം നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് മക്കള്
എങ്ങനെങ്കിലും നമ്മളെ കൊല്ലണമെന്ന് ആലോചിക്കുന്നിടത്ത് എത്തിപ്പെടാതിരിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു പണിയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനൊന്ന് മനസ്സിലാക്കാമെങ്കിൽ നമ്മളെ രേഖപ്പെടുത്തി ഭിത്തിക്കൊട്ടിക്കണം. ഇന്ന പറയണം. അപ്പൊ നാട്ടുകാരും വായിക്കണം, വീട്ടുകാരും വായിക്കണം, എല്ലാവരും വായിക്കണം. പക്ഷെ നമ്മളെ വിറ്റ് നമ്മുടെ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് കാശ് പിടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മതവിശ്വാസികളായിരിക്കുന്ന അമ്പലവും പള്ളിയും നടത്തുന്നവൻ ഇത് സമ്മതിക്കത്തില്ല. കാരണം അവരുടെ വരുമാന മാർഗമാണ് നമ്മൾ മുടക്കുന്നത്. ഇതാണ് പ്രശ്നം. അപ്പം ആ വരുമാന മാർഗം മുടക്കുന്ന പണിയായത് കാരണം കൊണ്ട് അതെല്ലാം പൂട്ടി ഇങ്ങനെ ടൂറിസ്റ്റ് ഹോം ആക്കേണ്ടതാണ് ഈ പള്ളി അമ്പലവും ഒക്കെ. നമ്മള് ഖജുരാഹോ കാണാൻ പോകത്തില്ലേ? സൂര്യക്ഷേത്രം കാണാൻ പോകത്തില്ലേ? അവിടെ ഇരിക്കുന്ന ദൈവം വല്ലതും ചെയ്യുവോ? ഒരു പുല്ലും ചെയ്യത്തില്ല. ഈ ഇരിക്കുന്ന എല്ലാം ചത്ത ദൈവങ്ങളെ ഉള്ളു. അതുങ്ങളെല്ലാം ഒരു പ്രയോജനം ഇല്ലാതെ പണ്ട് കണ്ടുപിടിച്ചതാണ്. രാജാക്കന്മാരുടെ ആവശ്യത്തിന് വേണ്ടി കണ്ടുപിടിച്ച ദൈവങ്ങളെ ലോകത്തുള്ളു. മനുഷ്യൻ കണ്ടുപിടിക്കാത്ത ഒരു ദൈവവും ലോകത്തില്ല. വേറെ ഒരു ജീവിയും ദൈവത്തിനെ കണ്ടുപിടിച്ചിട്ടില്ലെന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടത്. അപ്പൊ അത് കാരണം കൊണ്ട് ആ മേഖലയിലുള്ള അന്വേഷണം വ്യക്തമായി പറഞ്ഞ് നമ്മുടെ കാര്യം കൃത്യമായി എഴുതി വെച്ച് വേറെ ആർക്കെങ്കിലും ഉത്തരവാദിത്തം കൊടുക്കാൻ കഴിയാത്ത നിലവാരത്തിലാക്കിയാൽ മാത്രമേ ഈ പറയുന്ന കാര്യം ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ നിയമമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബില്ല് നമ്മൾ അവതരിപ്പിച്ച്, കാരണം ലോകത്ത് പല സ്ഥലങ്ങളിൽ ഇത് ആരംഭിച്ചിട്ടുള്ളത് കാരണം കൊണ്ട് രണ്ട് രീതിയിലുള്ള മരണം രീതിയുണ്ട്. ഇപ്പൊ എനിക്ക് സ്ട്രോക്ക് വന്ന് ബോധം കെട്ടുപോയി, ഞാൻ കോമായിപ്പോയി, എഴുതിയും വെച്ചില്ല, കുഴഞ്ഞു പോകും. കാരണം വിളിച്ചുണർത്തിയിട്ട് കാര്യം പറഞ്ഞിട്ട് ഇതൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനാണ് ദയാവധം എന്ന് പറയുന്നത്, ഉത്തനേഷ്യ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് ബോധമൊക്കെ ഉണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യാം, നമ്മുടെ മരണം നമുക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നതിനെയാണ് അസിസ്റ്റഡ് ഡെത്ത് എന്ന് പറയുന്ന സഹായം. ഡോക്ടറുടെ സഹായത്തോടെ മരിക്കുക. ഡോക്ടർ എന്തിനാണ് നമ്മൾ ഡോക്ടറെ വിളിക്കുന്നത്? ഇയാള് സാധാരണഗതി കുഴപ്പമില്ല, ആരോഗ്യത്തോടെ ഇരിക്കാം, അത് കാരണം കൊണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ല, ഇയാള് കുഴപ്പത്തിലാണ്, വെറുതെ കാശ് ചെലവഴിച്ച് കളയണ്ട, അത് പിള്ളേർക്ക് ജീവിക്കാൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അയലത്തുകാരന് ജീവിക്കാൻ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡോക്ടർമാരെ കൊണ്ട് അസിസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം അത്രേ ഉള്ളൂ. അപ്പൊ അസിസ്റ്റഡ് ഡെത്ത് എന്നും യുത്തനേഷ്യ എന്ന് പറയുന്ന രണ്ട് രീതിയിൽ നമുക്ക് മരിക്കാൻ അവകാശമുണ്ട്. അത് നിയമപരമാക്കി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു MLA യോ MPയോ വിളിച്ച് അവനെ കൊണ്ടൊരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ച് അതിനെതിരെ നിൽക്കരുത് എന്ന് പറയുന്ന ബാക്കിയുള്ളവരെ ക്യാൻവാസ് ചെയ്ത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, നിയമം ഉണ്ടാക്കിയിട്ടുള്ള ഒരുത്തനാണ് ഞാൻ, അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത്. ഞാനൊരു 20 വർഷം മുമ്പ് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ മുൻകൈ എടുത്തപ്പോൾ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ പണികൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടുത്തെ റേഷൻ കാർഡിനകത്ത് കോളമില്ലേ, അതർ എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. മറ്റേത് ആണും പെണ്ണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കി അവിടെ ഒരു കോളം കൂടെ ഉണ്ട്. ഈ കോളം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ റാങ്ക് സിസ്റ്റം ആയിരുന്നു പണ്ട് SSLCക്ക് ഉണ്ടായിരുന്നത്. അത് ഈ ഗ്രേഡ് സിസ്റ്റം ആക്കിയത് ഇതുപോലെ നമ്മൾ പണിയെടുത്തുണ്ടാക്കിയതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യമുണ്ട്, ഈ അമ്പലക്കാരന്മാർ മുഴുവൻ ഇതിനെതിരാകും. കാരണം അവർക്കറിയാം കാശ് കിട്ടാതിരിക്കാനൊക്കെ ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. ചത്തിട്ട് എങ്ങും പോകാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാടാ ഈ അമ്പലത്തിലും പള്ളിയിലും പോകുന്നത് പിന്നെ പറയാൻ പറ്റുമോ? ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിക്കത്തില്ല നമ്മൾ അറിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നിയമമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ മെനക്കെട്ട് ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവിനെ പിടിച്ച് ബോധ്യമാക്കി കൊടുത്ത് പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ച് അത് ഡിസ്കഷൻ വരുന്ന നാഷണലായിട്ടും സ്റ്റേറ്റ് വൈസ് ആയിട്ടും മീഡിയയെ അഡ്രസ് ചെയ്ത് പബ്ലിക് ഡിസ്കഷൻ ഉണ്ടാക്കി പൊതു സമ്മതി രൂപപ്പെടുത്തിയാലേ നിയമമാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ വോട്ട് പോകുമെന്ന് മേടിച്ചിട്ട് ഒരൊറ്റ MLA അനങ്ങത്തില്ല. പക്ഷെ അവരുടെ അടുത്ത് എല്ലാവരോടും പറഞ്ഞ നിങ്ങൾ ഇതിനെ എതിർക്കരുത് എന്ന് മാത്രം പറയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പാസ്സാക്കാം. രണ്ട് രീതിയാണ്. എല്ലാവരുടെ സമ്മതത്തോടെ പാസ്സാക്കാം, ഞങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്താൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ 10 പേരെയൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അവരെ കൊണ്ട് നമുക്ക് അത് നിയമമാക്കാം. ഒരിക്കൽ നിയമമാക്കിയാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിനകത്തുള്ള ഒരൊറ്റ പ്രശ്നം, ആളുകൾ കൊന്ന് നമ്മുടെ സ്വത്തെടുക്കും, മക്കൾ നമ്മളെ കൊന്ന് സ്വത്തെടുക്കും എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞിട്ടാണ് ഇത് ആരും സമ്മതിക്കാത്തത്. ഞാൻ പറയുന്നത് നമുക്ക് സ്വത്ത് നമുക്ക് ജീവിക്കാനുള്ളതാണ്, മക്കൾക്ക് കൊടുക്കാനുള്ളതല്ല. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ സ്വത്താണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് ജീവിക്കാനുള്ള സകല സാധ്യതയായി. അല്ല നമ്മുടെ സ്വത്ത് കൊടുക്കണ്ട, നമ്മുടെ സ്വത്ത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം
അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലോസ് എഴുതി വെച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലശേഷം നമ്മുടെ കാലശേഷം അവർക്ക് ഉപയോഗിക്കാം. അല്ല, അങ്ങനെ മാത്രമാക്കിയാൽ മതി. അപ്പൊ പിന്നെ നമ്മളെ കൊന്നെടുക്കാനൊക്കത്തില്ല, അവർ വിചാരിച്ചാലും പറ്റത്തില്ല. നമ്മുടെ കാലശേഷം ഉപയോഗിക്കാൻ പറ്റുന്നുള്ള തരത്തിൽ സാധനങ്ങൾ മാറ്റാൻ പറ്റും. അങ്ങനെ പലതരത്തിൽ ആ ഏരിയകൾ നമുക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുത്തിനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയിട്ട് അയാളെ ഊത്തിനേഴ്ചയാണെന്ന് പറഞ്ഞു കളയും. ആ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് ഇത് നടത്താതെ. പക്ഷെ അതല്ല കാരണം. യഥാർത്ഥ കാരണം ഈ ചത്തുപോയിട്ട് ആത്മാവ് സ്വർഗത്തിലും നരകത്തിലും പോകുന്നതിന്റെ മേളിൽ കാശ് പിടിക്കാൻ പറ്റുമെന്നുള്ളത് അറിയാവുന്ന മതവിശ്വാസത്തിന്റെ സ്ഥാപനങ്ങൾ നടത്തുന്ന സമ്മർദ്ദമാണ് പ്രശ്നം. അത് നമ്മൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നത്തിന് ഉത്തരവാണ്.